ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമറൈസിങ്. ഇതാണ് ആ ഡെഫിനിഷൻ തുടങ്ങുന്നത്. ഇത് ഓരോ ലൈനും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. സാധാരണ പാട്ട് പാടുന്നത്, പിന്നെ ഡാൻസ് കളിക്കുന്നത്, ഇതിനെയൊക്കെയാണ് നമ്മൾ പടം വരയ്ക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ആർട്ടെന്ന് പറയുന്നത്. ഇപ്പം അക്കൗണ്ടിങ് ഒരു ആർട്ടാണ്. അപ്പം അക്കൗണ്ടിങ്ങിൽ എന്താണ് ചെയ്യുന്നത്? അതായത് അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമറൈസിങ്. അതായത് ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമറൈസ് ചെയ്യുക. ഇതിനെല്ലാം കൂടി ചേർത്തിട്ടാണ്, ഇത്തരം പ്രവർത്തികളെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിനൊരു ആർട്ടാണെന്ന് പറയുന്നത്. ലോകമെമ്പാടും ബിസിനസ് നടത്തുന്നവർക്ക് അക്കൗണ്ടിങ് അനിവാര്യമാണ്. അതായത് ചെറിയൊരു പെട്ടിക്കട നടത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെയും അക്കൗണ്ടിങ് ആവശ്യമാണ്. കാര്യം ഇത് അവസാനം ലാഭമാണോ നഷ്ടമാണോ എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയതിൻ്റെയും വിറ്റതിൻ്റെയും കണക്കെടുത്ത് നോക്കിയാൽ മാത്രമേ നമുക്കിത് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അക്കൗണ്ടിങ്ങിന് ഡെഫിനിഷൻ നൽകിയേക്കുന്ന ആരാ? AICPA എന്ന് പറയും. അതായത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ്. 1887 ആരംഭിച്ച ഒരു അക്കൗണ്ടിങ് സ്ഥാപനമാണത്. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻസ്, പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞേക്കുന്ന റൂള് ഫോളോ ചെയ്തിട്ടാണ് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ട് പോകുന്നത്. AICPA നൽകിയേക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ നമുക്ക് എന്താണെന്നൊന്ന് മൊത്തമായിട്ട് നോക്കാം. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ in terms of money, transactions and events which are in part at least of a financial character and interpreting the result thereof. ഇതാണ് AICPA നൽകിയിട്ടുള്ള അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമുക്ക് ഈ ഡെഫിനിഷനെ ബ്രേക്ക് ചെയ്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് ഒന്ന് എടുത്തെടുത്ത് നോക്കാം. ഇത്രയും പഠിച്ച് നീ ഡെഫിനിഷൻ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതായത് അതിനെക്കുറിച്ച് മൊത്തത്തിലൊരു ഔട്ട്ലൈൻ ഈ ഡെഫിനേഷനിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്ന ഡെഫിനേഷനായിട്ട് നിലനിന്ന് പോകുന്നത്. ആദ്യം പറഞ്ഞേക്കുന്ന അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്. ആർട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം റെക്കോർഡിങ് എന്നുള്ള വാക്ക് എന്താണെന്ന് നോക്കാം. റെക്കോർഡിങ്ങിനെ നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്നും പറയാറുണ്ട്. അതായത് ദിവസം നടക്കുന്ന ട്രാൻസാക്ഷനുകൾ ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതായത് ഇപ്പം നമ്മളൊരു കടയിൽ പോയിട്ടൊരു, അതായത് നമ്മളിപ്പം സാധനം വിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നമ്മളിപ്പം വിൽക്കാനായിട്ടൊരു കടയിൽ പോയിട്ടൊരു സ്ഥലത്ത് കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇപ്പം 500 രൂപയ്ക്കാണ് ഒരു സാധനം വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തത് നമ്മുടെ പർച്ചേസായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും, പണം ഇടപാടുമായിട്ട് വരുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും നമ്മൾ നിർബന്ധമായിട്ടും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. അതാണ് ഈ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലാസിഫയിങ് ആണ്. രേഖപ്പെടുത്തിയ ഇടപാടുകളെ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ തരം തിരിച്ച് വെക്കണം. നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം, അപ്പോൾ മനസ്സിലാവുമായിരിക്കും എളുപ്പം. നമ്മൾ സാധനം വാങ്ങുന്നു, ആ സാധനം വാങ്ങുന്നതും സാധനം വിൽക്കുന്നതും നമ്മൾ ഒരേ അക്കൗണ്ടിൽ കൊണ്ട് എഴുതി വെക്കാൻ പറ്റത്തില്ല. ചെറിയ കടക്കാരൊക്കെ ഇങ്ങനെ വാങ്ങി വിറ്റു എന്ന് എഴുതി വെച്ച് അവസാനം കൂട്ടിയൊക്കെ നോക്കും. പക്ഷേ ഇത് എളുപ്പം നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ രീതി അനുസരിച്ച് വാങ്ങിയതൊരു ബുക്കിലും വിറ്റത് വേറൊരു ബുക്കിലുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം റെക്കോർഡ്, അതായത് ബുക്ക് കീപ്പർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കും. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പാണ് വാങ്ങിയതിൻ്റെ ബുക്കിലും വിറ്റതിൻ്റെ ബുക്കിലേക്കുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അതിനെയാണ് സമറൈസിങ് എന്ന് പറയുന്നത്, ക്ലാസിഫയിങ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇതാണ് സമറൈസിങ് എന്ന് പറയുന്നത്. സമറൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു വർഷാവസാനം ആകുമ്പോഴത്തേക്ക് നമുക്കിത് നോക്കണം. നമ്മൾ മൊത്തം എത്ര രൂപയുടെ സാധനം വാങ്ങി, എത്ര രൂപയുടെ സാധനം വിറ്റു, നമ്മൾ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റോക്ക് എത്രയാണ്, നമ്മൾ എത്ര രൂപയുടെ സാധനം വാങ്ങി, എത്ര രൂപയുടെ സാധനം വിറ്റു, അവസാനം എത്ര സ്റ്റോക്ക് ബാക്കിയുണ്ട്, ഇത് നോക്കിയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ ഒരു സമ്മറിയാണ്. ഇതിനെ സമറൈസ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഇത്ര രൂപ നമുക്ക് ലാഭം ഉണ്ടായി, ഇത്ര രൂപയുടെ സാധനം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ സമറൈസിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മളെ അക്കൗണ്ടിങ്ങിൽ വളരെയധികം സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സമറൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമുക്ക് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നഷ്ടമാണോ ലാഭമാണോ ഉണ്ടായത്, ഏത്
എവിടെയാണ് നമുക്ക് നഷ്ടം സംഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ അത് നമുക്ക് നികത്താനായിട്ട് എന്തൊക്കെ പ്ലാൻ ചെയ്യാം, അതിനാണ് ഈ ഇൻ്റർപ്രിറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ നഷ്ടവും ലാഭവും എവിടെയാണ് ഉണ്ടായത്, അതെങ്ങനെ മാറ്റിയെടുക്കുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ സമറൈസ്ഡ് ഡാറ്റയിൽ നിന്ന് അതിനെ വിശകലനം ചെയ്യുന്നതിനാണ് ഇൻ്റർപ്രിറ്റിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഒരു ആർട്ടാണെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു സയൻസ് ആണെന്നും പറയുന്നുണ്ട്. കാര്യം ജനറലി GAAP എന്ന് പറയും. അത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതായത് പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും ഒക്കെ വെച്ചിട്ടാണ് സയൻസ് പ്രവർത്തിക്കുന്നത്. അപ്പം അതേപോലെ സയൻസിനെ പോലെ തന്നെ ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് പോകുന്നത് കാരണം അക്കൗണ്ടിങ്ങിനെ ആർട്ടെന്ന് മാത്രമല്ല സയൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അക്കൗണ്ടിങ്ങിൽ 3 സ്റ്റെപ്പാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് കീപ്പിംഗ്, രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്, മൂന്നാമത്തത് ഓഡിറ്റിങ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? റെക്കോർഡ് ചെയ്യുക, എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്ത് വെക്കുക. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫൈ ചെയ്യുന്നത്, സമറൈസ് ചെയ്യുന്നത്, ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്, ഇതാണ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. അവസാനത്താണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ചെയ്ത് വെച്ചതെല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നതും എന്തെങ്കിലും തിരുത്തലുകളൊക്കെ വേണ്ടി വരുമെങ്കിൽ അത് മാറ്റം വരുത്തുന്നതും നമ്മൾ ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലാണ്. അത് ഒരു കടയിൽ കച്ചവടം നടക്കുന്നു, അപ്പോൾ അത് എഴുതി വെക്കുന്നത് ബുക്ക് കീപ്പിങ്ങും, വർഷാവസാനം അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അക്കൗണ്ടിങ്ങും, അത് പരിശോധിക്കുന്നത് ഓഡിറ്റിങ്ങുമാണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പണമിടപാടുകളായിരിക്കണം. അതായത് ഒരാൾ വന്നു നമ്മുടെ ബിസിനസ്സിന് സഹായിച്ചിട്ട് പോയി, അത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ സഹായിച്ചതിന് നമ്മൾ എന്തെങ്കിലും പ്രതിഫലം അയാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ വർക്ക് ചെയ്തതിന് നമ്മളൊരു സാലറിയോ എന്തെങ്കിലും അയാൾക്ക് വേജസോ എന്തെങ്കിലും അയാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്യണം. അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാറുള്ളൂ. അപ്പം ഇത്രയാണ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഒരു അക്കൗണ്ടിങ് ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള പ്രിൻസിപ്പിൾസും അതിൻ്റെ കൺസെപ്റ്റുകളും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തെടുത്ത് ഓരോ പോയിന്റും പറഞ്ഞാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ലെങ്ത് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ ഒരു പ്രാവശ്യം വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഉറപ്പാണ്. ഈ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ +1 BCom പഠിക്കുന്നവർ, പിന്നെ അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സാം എഴുതുന്നവർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം ഉപകാരപ്പെടുന്നതാണ്. അപ്പം പരമാവധി എല്ലാവരും ഈ വീഡിയോ ഉപയോഗപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു.